സർവശക്തനായ ദൈവത്തിൽ ആനന്ദിച്ച് കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പലയിടങ്ങളിൽ ആയിരുന്നാണെങ്കിലും ഒരേ മനസ്സോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. അങ്ങനെ ദൈവാരാധനയിലൂടെ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ വരങ്ങളും ദാനങ്ങളും അഭിഷേകങ്ങളും സൗഖ്യവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വചനപ്രകാരം നമ്മോട് പറയും: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുക ഒരപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. തൻ്റെ ഏക മകനെ നൽകാൻ തക്കവണ്ണം അപ്പനായ ദൈവം ലോകത്തെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഇനി വീണ്ടും ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 3:16 വചനപ്രകാരം സാക്ഷ്യപ്പെടുത്തുക: ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമുക്ക് വേണ്ടി, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി, നീ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപം മൂലം വന്നു ചേർന്ന വിനാശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി ഈശോ മരിച്ചു. അതും വെറും മരണമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവൻ മുൾമുടി ചാത്തപ്പെട്ടത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവൻ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ അവൻ കുരിശിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചത്. ആ വേദന, ആ സഹനം, ആ മരണം മുന്നിൽ വെച്ചിട്ട് ഇത് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുക: അത്രത്തോളം നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അപ്പനായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം, ഇനി പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് പലപ്പോഴും നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടും പലപ്പോഴും ദൈവസ്നേഹത്തിനെതിരായിട്ട് നമ്മൾ പോയിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? തിരിച്ച് നാം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം തെറ്റിപ്പോയോ എന്ന് ദൈവം നോക്കണില്ല. ഒരുപക്ഷെ എന്ത് ദൈവത്തിന് വേണ്ടി നേടി എന്ന് പോലും ദൈവം നോക്കണില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നോക്കുന്നതും നാം എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു, എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കാൻ നാം ആഗ്രഹിക്കുന്നു, എന്തോരം പരിശ്രമിക്കുന്നു. ഇതാ അതുകൊണ്ടാണ് കൽപ്പനകളെ ചുരുക്കി ഈശോ 1-ാമത്തെ കൽപ്പനയായിട്ട് പറഞ്ഞത്: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുക എന്താണെന്നറിയോ? എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് നീ ജീവനുണ്ടെങ്കിൽ, എനിക്ക് നീ ജീവിതം ഉണ്ടെങ്കിൽ, എനിക്ക് നീ ശരീരം ഉണ്ടെങ്കിൽ, എനിക്ക് നീ കഴിവുകളുണ്ടെങ്കിൽ, എനിക്കിന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം തന്ന കർത്താവിനെ ഇവയേക്കാളെല്ലാം ഉപരിയായി, ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്രകാരം ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നല്ലോ ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ, അപ്പസ്തോലന്മാര്, വിശുദ്ധര്. അവരോട് ചേർന്ന് നമുക്കും പറയാം, നമുക്കും പ്രഖ്യാപിക്കാം: എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നു. ജീവൻ പോകേണ്ടി വന്നാൽ പോലും എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഗാനത്തോട് ചേർന്ന്, ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് നമ്മുടെ ഈ വിശ്വാസം പ്രഖ്യാപിച്ച് ആരാധനയൊക്കെ നമുക്ക് മാറ്റാം. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ഒന്ന് പാടിക്കേ. എൻ ജീവനേക്കാളും
ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഈശോയേ, എൻ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ച് എല്ലാ തരങ്ങളും പാടട്ടെ. ആരാധനയിൽ ആനന്ദിച്ചുകൊണ്ട് മനസ്സ് പാടട്ടെ. ആരാധന വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ എന്റെ ഈശോയെ ആരാധിക്കുന്നത്, എന്റെ ഈശോയെ സ്തുതിക്കുന്നത് എനിക്ക് ആനന്ദമാണ്. ഈ ഒരു മനോഭാവത്തോടെ ചെന്ന് പാടി ആരാധന. ഈശോയെ വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, രക്ഷകനായ ദൈവത്തെ വിളിച്ച്, എന്റെ ഈശോയെ ഉള്ളിന്ന് വിളിച്ച്. ഈശോ എന്നെ സ്നേഹിക്കുന്നവന്, എന്നെ രക്ഷിക്കുന്നവന് ഈ ഒരു ബോധ്യത്തോടെ വിളിച്ച്. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം, നിന്നെ രക്ഷിക്കുന്ന നിന്റെ ദൈവം, നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ കർത്താവ് ഇതാ നിന്റെ ചാരം നിൽക്കുക. നീ വിളിക്ക്, എന്റെ ഈശോയെ എന്ന് പറഞ്ഞു വിളിക്ക്. ഈശോയെ വിളിക്ക്, രക്ഷകനായ ദൈവത്തെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. യേശുവേ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവസ്നേഹത്തിന്റെ അഭിഷേകം പകർന്നു നൽകണേ. ഈശോയെ, നിന്നുള്ള സ്നേഹത്താൽ എരിയാൻ, ഈശോയെ, നിന്നുള്ള സ്നേഹത്തെ പറ്റി പാപത്തെ ഉപേക്ഷിക്കാൻ, ഈശോയെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ, ശക്തിപ്പെടുത്തണേ. ഈശോയെ, 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 ഈശോയെ. മത്തായി സുവിശേഷം അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നോക്കിക്കേ, ദൈവത്തിന്റെ വചനം ചോദ്യം ഉയർത്തുക. ലോകം മുഴുവനും നേടി, പക്ഷെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ പിന്നെ എന്ത്? ഈ ലോകത്തിൽ ഒരു പക്ഷേ 50, 60, 70, 80, 100 വർഷം ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിലേറെ അനേക മടങ്ങ് ഇരട്ടി അനന്തമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു സ്വർഗമുണ്ടല്ലോ. ഈ സ്വർഗമെന്ന സന്തോഷം നഷ്ടമാക്കിയിട്ട് പിന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനാണ്. ദൈവത്തിന്റെ സ്നേഹത്താൻ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അശുദ്ധി മാറിപ്പോവും, പാപം മാറിപ്പോവും. ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവകൽപ്പന ജീവിക്കുമ്പോൾ സ്വർഗമെന്ന വലിയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശോയെ, നിന്റെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത്. ഈശോയെ, നിന്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി മറ്റേത് സുഖവും സന്തോഷവും ഉപേക്ഷിക്കാൻ തയ്യാറാ. ആഗ്രഹത്തോടെ പാടട്ടെ. ഈ പാടുന്ന വരികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരട്ടെ. ജീവനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഗാനത്തോട് ചേർന്ന്, ഗായകരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സ്നേഹഗീതമാ എന്നേശുനാഥ നീ, എൻ സ്നേഹഗീതമാ എന്നേശുനാഥ നീ, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്.
എൻ ജീവനേ നാളും നീ വലിയനാളിനി ഈശോയെ എൻ്റെ ദൈവമേ ആരാധന 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 സ്നേഹത്തോടെ ആരാധിച്ച് ചെന്ന് പാടി. ആരാധന 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 ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ, ദൈവിക ആനന്ദം നമ്മുടെ മനസ്സ് നിറയട്ടെ. ആരാധന ആരാധന കുടുംബത്തിലേക്ക് ദൈവിക ആനന്ദം കടന്നുവരാൻ ആഗ്രഹിച്ചു. ഈശോയെ വിളിച്ച്, രക്ഷകനായ ദൈവത്തെ വിളിച്ച് ഹൃദയങ്ങൾ ഉയർത്തിക്കേ, യേശുവിലേക്ക് ഉയർത്തിക്കേ. സ്നേഹത്തോടെ ഈശോയെ വിളിച്ച്, ഈശോയെ നിന്റെ സ്നേഹത്താൽ എന്നിൽ വീണ്ടും വീണ്ടും നിറയ്ക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ വിളിച്ച് ഓരോ പ്രാവശ്യവും യേശുനാമത്തെ വിളിക്കുമ്പോൾ, സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹമായി പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ വിളിക്കുന്നു. എല്ലാ അധരങ്ങളും യേശുനാമത്തെ വിളിക്കട്ടെ, യേശുനാമത്തെ ഉദ്ഘോഷിക്കട്ടെ. ഈശോയെ 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 നിന്റെ നാമത്തിൽ അഭിഷേകം, ഈശോയെ നിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഈശോയെ നിന്റെ നാമത്തിൽ വരദാനങ്ങൾ, ഈശോയെ നിന്നെ സ്നേഹിക്കുന്ന, സ്നേഹിച്ചു പാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് വന്ന് നിറയട്ടെ. ഈശോയെ ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കട്ടെ. ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവസ്നേഹവും പരസ്പര സ്നേഹവും വളർത്തപ്പെടട്ടെ. ഈശോയെ ഈശോയെ എല്ലാ പാപത്തിന്റെ അശുദ്ധികളിൽ നിന്ന് ദൈവസ്നേഹം ഞങ്ങൾക്ക് വിടുതൽ നൽകട്ടെ. ഈശോയെ നിന്നെ വേദനിപ്പിച്ചിട്ടൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തെ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ 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 ഈശോയെ. ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ വാക്യങ്ങൾ. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുക. ദൈവത്തിന്റെ വചനം പറയാ, അപ്പനേക്കാളും അമ്മയെക്കാളും ജീവിത പങ്കാളിയെക്കാളും മക്കളെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. എന്താ കാരണം? കാരണം ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ, ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, സഹോദരനുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നതാണ് അവർ. അങ്ങനെയെങ്കിൽ ഈ ദാനങ്ങളൊക്കെ നൽകിയവനെയല്ലേ ഈ ദാനങ്ങളെക്കാൾ ഉപരിയായിട്ട് നാം സ്നേഹിക്കേണ്ടത്. അത് മാത്രമല്ല, ഇന്ന് നമുക്കൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ, ശരീരം ഉണ്ടെങ്കിൽ, ഇന്നൊരു ആയുസ് ഉണ്ടെങ്കിൽ, ഈ ആയുസ് നാം നേടിയെടുക്കുന്നതെല്ലാം ദൈവം തന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഓർമ്മപ്പെടുത്തുവാണ്, ഇവയെക്കാളൊക്കെ ഉപരിയായിട്ട് നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. ആ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നൽകിയ ഈ ദാനങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറും. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിനെ പ്രതി ഇവയെല്ലാം മഹത്വമായിട്ട്, സന്തോഷമായിട്ട്, ആരാധനയായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവയൊക്കെ ആനന്ദമായിട്ട്, സന്തോഷമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്, ഈ കർത്താവിന്, ഈ ദൈവത്തിന് പകരം വെക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഈശോയ്ക്ക് പകരം വെക്കാനാവാത്ത സ്ഥാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ നൽകും, എൻ്റെ മനസ്സിൽ നൽകും. അത്രത്തോളം എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കും. ഗാനത്തോട് ചേർന്ന് ഇത് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വരികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടെ മനസ്സുകൊണ്ട് പറയാം, എൻ്റെ ഈശോയെ മറ്റെല്ലാവരെക്കാൾ ഉപരിയായിട്ട്, മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. ഗാനത്തോട് ചേർന്ന് ചെന്ന് പാടി.
പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിനക്കാൾ അധികമായിട്ട് ഞാൻ ആരെയും സ്നേഹിക്കും. സന്തോഷത്തോടെ സ്നേഹത്തോടെ ആരാധിച്ച് ആവേശത്തോടെ പാടി ആരാധന. സ്നേഹമായ ദൈവമേ, ഈശോയെ വിളിച്ച്, ഈശോയെ സ്തുതിച്ച്, കർത്താവിനെ ആരാധിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, രക്ഷിക്കുന്ന ദൈവത്തെ വിളിച്ച്, യേശുനാമ രക്ഷയായിട്ട് മാറട്ടെ. യേശുനാമ വലിയ അഭിഷേകമായിട്ട് മാറട്ടെ, ആനന്ദമായിട്ട് മാറട്ടെ. ഈശോയെ, 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 യേശുവേ, യേശുവേ, ഈശോയെ, 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 റോമായിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മ നിറഞ്ഞ ദൈവസ്നേഹത്തിന്റെ അരൂപിയാൽ എരിഞ്ഞിരുന്ന ഒരു അപ്പസ്തോലൻ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മോട് ചോദിക്കുക, സഭയോട് ചോദിക്കുക, ദൈവജനത്തോട് ചോദിക്കുക. ഇതാ ദൈവത്തിന്റെ വചനം: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരു നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നമ്മെ വേർപെടുത്തുവോ? ദൈവത്തിന്റെ വചനം വീണ്ടും തുടരുവാണ്: ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം, ആ നൂറ്റാണ്ടിലെ ഒരു വിശ്വാസ സമൂഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിനൊക്കെ അതിജീവിച്ച് ദൈവസ്നേഹത്തോട് ചേർന്നവരാ. അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോ, വധിക്കപ്പെട്ടപ്പോ, അവർക്ക് രക്തം ചിന്തേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും ദൈവസ്നേഹത്തെ പ്രതി അവർ അവയിൽ നിന്ന് ഓടി അകന്നില്ല, മറിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെയെങ്കിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ആ ദൈവജനത്തിന്റെ വാക്കുകളായത്, ദൈവജനത്തിന്റെ വാക്കുകളായിട്ട്, അവരുടെ പ്രതിനിധിയായിട്ട് ഇത് അപ്പസ്തോലൻ പറയുമ്പോ എന്താ അപ്പസ്തോലൻ പറയുക? അനുദിനം പീഡിപ്പിക്കപ്പെട്ടിട്ടും, അനുദിനം കൊലക്കുഴിഞ്ഞു വെച്ച ആടിനെ പോലെ പരിഗണിക്കപ്പെട്ടിട്ടും എന്തേ ആ ദൈവജനം ധീരതയോടെ മുന്നോട്ട് പോയി? ദൈവസേന പിറകോട്ട് പോയില്ല. കാരണം ഇതാണ്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്, നമ്മെ തിരിച്ചു സ്നേഹിക്കാൻ, ദൈവസ്നേഹം നിലനിൽക്കാൻ അനുവദിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ കർത്താവിന്റെ സ്നേഹം തന്നെ. ദൈവത്തിന്റെ സ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചു ദൈവത്തെ സ്നേഹിക്കാൻ കൂടെ നമ്മെ ശക്തിപ്പെടുത്തുക. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്ന ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ
മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നെങ്കിൽ, ഏത് പ്രതിബന്ധത്തെയും അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തോടെ നാം ചേർന്ന് പാടുമ്പോൾ, നാം സ്തുതിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുക, സ്നേഹത്തിൽ ആഴപ്പെടുത്തുക. ഈ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ചേർന്ന് പാടുമ്പോൾ, ചേർന്ന് ആരാധിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദൈവത്തിൽ ഉറക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി. സന്തോഷത്തോടെ ചേർന്ന് പാടി. ഈശോയെ എന്റെ സ്നേഹമേ, സ്നേഹം കൊണ്ടെന്നെ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവമേ, എല്ലാ അധരങ്ങളും പാടട്ടെ, സ്തുതിക്കട്ടെ. ദൈവസ്നേഹ അഗ്നിയിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ച് ചെന്ന് പാടി. ഈശോയെ വിളിച്ച്, യേശുനാമത്തെ വിളിച്ച്, യേശുനാമത്തെ വിളിച്ച് അപേക്ഷിച്ച്, സ്വർഗത്തിന്റെ ശക്തി അപേക്ഷിച്ച്, ഈശോയെ സ്നേഹമായിട്ട് എന്റെ ഉള്ളിലേക്ക് വരണേ എന്ന് പറഞ്ഞ്, ഈശോയെ എന്റെ മനസ്സിൽ നിറയണേ എന്ന് പറഞ്ഞ്, ഈശോയെ 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 സ്നേഹത്തോടെ ഈശോയെ വിളിച്ച് എല്ലാ തരങ്ങളും യേശുനാമത്തെ വിളിക്കട്ടെ. ആവർത്തിച്ച് യേശുനാമത്തെ വിളിക്കട്ടെ. യേശുനാമത്തിൽ സ്വർഗം നൽകുന്ന വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതത്തെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ കുറവുകളെ കർത്താവ് പരിഹരിക്കട്ടെ. ദൈവസ്നേഹത്തിൽ വന്നു പോകുന്ന വീഴ്ചകളെ കർത്താവിന്റെ കൃപ പരിഹരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ഉൾപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വയം 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 കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും മനസ്സിലാക്കാനും ആ ദൈവ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.